നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി ആരിടൻ ഷൗക്കത്തും യു ഷറഫ് അലിയും. തെരഞ്ഞെടുപ്പിന് 10 നാളുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിലമ്പൂരിൽ UDF LDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ മറികടന്ന് ആവേശച്ചൂടിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കളും. വോട്ടർമാരെ നേരിൽ കണ്ട് തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയും തങ്ങൾ വിജയിച്ചാൽ ചെയ്യാൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ വിവരിക്കുകയുമാണ് സ്ഥാനാർത്ഥികൾ. കുഞ്ഞാലിയുടെ മണ്ണിൽ പ്രതിരോധം മറികടന്ന് രാഷ്ട്രീയ വലയിലേക്ക് ഗോളടിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥി യു ഷറഫ് അലി കരുളായി മൈലമ്പാറയിൽ പ്രചരണത്തിനിടയിൽ പ്രതികരിച്ചത്. ഷറഫ് അലി മാത്രമേ ഫുട്ബോൾ കളിക്കാനുള്ളൂ. ഷറഫ് അലിയോട് ഒപ്പം നിൽക്കുന്ന പാർട്ടിയും പാർട്ടിയുടെ അണികളും രാഷ്ട്രീയ രംഗത്ത് വലിയ അനുഭവ സമ്പത്തുള്ളവരാണ്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അവരുടെ കരുത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ മികച്ച വിജയം സമ്മാനിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേവലം 200 ദിവസം കൊണ്ട് 200 കോടിയുടെ വികസനം നടപ്പാക്കി നല്ലൊരു നിലമ്പൂരിനെ സൃഷ്ടിച്ചു എന്നാണ് UDF പറയുന്നത്. ഈ മണ്ഡലത്തിൽ പര്യടനം നടത്തുമ്പോൾ കഴിഞ്ഞ ഭരണങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ആ പ്രസ്താവന എങ്ങനെയാണ് കാണുന്നത്? 2026 ഏറ്റവും വലിയ ബഡായിയോ 2026 ഏറ്റവും വലിയ തമാശയോ അതിന് അവാർഡ് എനിക്ക് കിട്ടും. കഴിഞ്ഞ 8 മാസക്കാലം MLA ആയ ഒരു സുഹൃത്തിന് ഒരു ബജറ്റ് പോലും അതിനുശേഷം വന്നിട്ടില്ല. ഒരു പദ്ധതിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചതോ പൂർത്തിയാക്കിയതോ കാണിച്ചു തരാൻ പറ്റും? ഇല്ല. ഇവിടെ പൂർത്തീകരിച്ചതും പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പദ്ധതികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നേട്ടമായിട്ടേ കാണാൻ പറ്റൂ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ LDF സർക്കാർ കൊണ്ടുവന്നതല്ലാതെ ഒരു വികസനവും കഴിഞ്ഞ 8 മാസം MLA ആയിരുന്ന UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും യു ഷറഫ് അലി പറയുന്നു. UDF സ്ഥാനാർത്ഥിയുടെ അവകാശവാദം 2026 ഏറ്റവും വലിയ തമാശയാണെന്നും ഷറഫ് അലി പറയുന്നു. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നിലമ്പൂർ മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാണെന്ന് UDF സ്ഥാനാർത്ഥി ആരിടൻ ഷൗക്കത്ത് എടക്കര പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കലാസാഗർ പരിസരത്തെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിച്ചു. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നിലമ്പൂർ മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാണെന്ന് UDF സ്ഥാനാർത്ഥി ആരിടൻ ഷൗക്കത്ത് പറഞ്ഞു. എടക്കര പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കലാസാഗർ പരിസരത്തെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നിലമ്പൂരിന് വേണ്ടി എന്തൊക്കെ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഞാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി കൈകൊടുക്കുകയും നമുക്ക് നിരവധി പദ്ധതികൾ കഴിഞ്ഞ കാലത്ത് LDF ഉപേക്ഷിച്ചു പോയ നിരവധി പദ്ധതികൾ നമുക്ക് ഓരോന്നായി തീർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കരയുടെ ബൈപ്പാസും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇടയ്ക്കര പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഇടയ്ക്കര അങ്ങാടിയിലൂടെ വരുന്ന മുണ്ടേരി ചാത്തമുണ്ട വരെയുള്ള ഹിന്ദൈവേ, അങ്ങനെ നിരവധി പദ്ധതികൾ കഴിഞ്ഞ കാലത്ത് ഇവർ ഫ്രീസറിൽ വെച്ചത് നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചു. ഇനിയുള്ള കാലം എന്ന് പറയുന്നത് 5 വർഷം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു 5 വർഷമാണ്. ആ 5 വർഷക്കാലം എന്ന് പറയുന്നത് നിലമ്പൂരിലെ വികസന കുതിപ്പിന്റെ ചരിത്ര രേഖയാക്കി നമുക്ക് മാറ്റി. മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും തന്റെ വിജയത്തിനായി ഒപ്പമുണ്ടെന്നും ആരിടൻ ഷൗക്കത്ത് പറഞ്ഞു. മണ്ഡലത്തിൽ UDF അനുകൂല തരംഗമാണുള്ളത്. ഇക്കുറി ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കും. സ്ഥാനാർത്ഥികൾ പ്രചരണ പരിപാടികൾ ശക്തമാക്കിയതോടെ മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും പ്രചരണം പൊടിപൊടിക്കുകയാണ്. സർക്കാർ നേട്ടങ്ങൾ വിവരിച്ച് LDFും 10 വർഷത്തെ LDF ഭരണത്തിലെ വിഷയങ്ങൾ ഉയർത്തി UDFും സജീവമാണ്. നിലമ്പൂരിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് NDAയുടെ ഉറപ്പ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.